കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വെറുതെ ആരോപണം ഉന്നയിച്ചാൽ പോരാ, തെളിവുകൾ വേണം. സാർ തെളിവുകളായിട്ട് വാ, അപ്പം ഞാൻ മറുപടി പറഞ്ഞോളാം കേട്ടോ. ഇല്ലേ, തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ACP കൃഷ്ണപ്രസാദ് ഒട്ടും ദയയും മനസാക്ഷിയില്ലാത്ത ക്രിമിനലാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. നടക്കാൻ ഞാൻ വരില്ല. എൻ്റെ ഭാര്യ തനിച്ചാക്കി എനിക്ക് വരാൻ കഴിയില്ല സാർ. കൊണ്ടുപോകാതിരിക്കാൻ എനിക്കും കഴിയില്ല. നടക്കാൻ. ദുർഗ അവിടെ നടക്കാനല്ലേ പറഞ്ഞത് സാർ? അവൾക്ക് വയ്യ സാർ. നടക്കേ നടക്കേണ്ട. കൃഷ്ണപ്രസാദ് ഇരിക്കേ. വേണ്ട സാർ, ഞാനൊരു ക്രിമിനലല്ലേ. ഒട്ടും മനസാക്ഷിയും ദയൊന്നും ഇല്ലാത്ത ക്രൂരനായ ക്രിമിനൽ. കസ്റ്റഡിയിലെടുത്ത ക്രിമിനലിന് ഇരിപ്പിടം കൊടുക്കുന്ന പതിവൊന്നും ഇല്ലല്ലോ സാർ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ. ഞാനിവിടെ നിന്നോളാം. ഞാനെന്താ വലിയ അപരാധം ചെയ്ത പോലാണല്ലോ കൃഷ്ണപ്രസാദ് സംസാരം. എനിക്കൊരു പരാതി ലഭിച്ചു. പരാതി ഉയർന്ന പദവിയിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ കുറിച്ചായതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് അന്വേഷിച്ചു. പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷ്ണപ്രസാദിനെ കസ്റ്റഡിയിലെടുത്തു. അതിലെന്താ തെറ്റ്? അതിൻ്റെ ഡ്യൂട്ടിയല്ലേ, അത് ചെയ്യാനല്ലേ സർക്കാർ നമുക്ക് ശമ്പളം തരുന്നത്. സാറ് ചെയ്ത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നെ കുറിച്ചൊരു പരാതി ലഭിച്ചു എന്ന് സാറ് പറഞ്ഞല്ലോ. ആ പരാതി എവിടെയെന്ന് ചോദിച്ചാൽ സാറിന് ഉത്തരവില്ല. പരാതി തന്ന ആരാന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. അതൊന്നും നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കാര്യമില്ല കൃഷ്ണപ്രസാദ്. തെറ്റ് ചെയ്തിട്ടുള്ള ഉത്തമ ബോധ്യമുള്ള അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ കസ്റ്റഡി എടുത്തിരിക്കുന്നത്. എനിക്ക് തെറ്റ് പറ്റിയെങ്കിൽ നിങ്ങൾ നിരപരാധിയാണെങ്കിൽ കോടതി തെളിയിച്ചോ. സർ, ഇപ്പൊ വന്നത് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് കൃഷ്ണപ്രസാദിനെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതാ പിടിക്ക് സസ്പെൻഷൻ ഓർഡർ. എന്റെ ഭാഗം കേൾക്കുന്നതിന് മുമ്പ് തന്നെ സാറ് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തു അല്ലേ? ഒരു സാധാരണ കുറ്റവാളിക്ക് നൽകുന്ന മാനസിക പരിഗണന പോലും സാർ എന്നോട് കാണിച്ചില്ല. എന്നെ എത്രയും വേഗം ജയിലിൽ അടയ്ക്കണമെന്ന് സാറിനെന്തോ വാശിയുള്ളതുപോലെ. എനിക്ക് അങ്ങനെ ഒരു വാശിയൊന്നുമില്ല. നിങ്ങളുടെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം നിസ്സാരമൊന്നുമല്ല. 2 കൊലപാതകങ്ങളാ, നിങ്ങളുടെ മകളുടെയും നിങ്ങളുടെ സഹോദരി ഭർത്താവിൻ്റെയും. പിന്നെ ഒരു കൊലപാതക ശ്രമവും, അതും നിങ്ങളുടെ ഭാര്യയെ. പിന്നെ നിങ്ങളുടെ സഹോദരിയുടെ തിരോധാനവും. ഇതൊന്നും മേലുദ്യോഗസ്ഥന്മാരെ ഞാൻ അറിയിക്കാൻ പാടില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എല്ലാം രഹസ്യമാക്കി വെച്ച് ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഈ യൂണിഫോമിൽ സത്യസന്ധത കാണിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നിങ്ങളുടെ സ്ഥാനത്തിൻ്റെ സഹോദരനാണെങ്കിലും ഞാൻ ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ. നിങ്ങളുടെ സഹോദരി ഭർത്താവിന് ഇടിച്ചുകൊല്ലാൻ ശ്രമിച്ച വാഹനം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിച്ചില്ല. വീട് വിട്ടു പോയി നിങ്ങൾ പറയുന്ന നിങ്ങളുടെ സഹോദരി കണ്ടെത്താനും നിങ്ങളുടെ ഭാഗത്ത് ഒരു നീക്കമുണ്ടായിട്ടില്ല. നിങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്യുന്ന മുൻകൂട്ടി മനസ്സിലാക്കാൻ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായി നിങ്ങൾക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ഉത്തരവ് ഞാൻ തന്നെ പറയാം. ജയശീലൻ ഇടിച്ച വാഹനവും അത് ഓടിച്ചിരുന്ന ആളെയും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് കാരണം അയാൾ ഏർപ്പാടാക്കിയ നിങ്ങൾ തന്നെയാ. നിങ്ങളുടെ സഹോദരിയെ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിച്ചില്ല. കാരണം അവർ ജീവിച്ചിരുമ്പോൾ നിങ്ങൾക്കറിയാം. അവരെ ഇല്ലാതാക്കിയ നിങ്ങൾ തന്നെയല്ലേ? ദൈവത്തിന് നിരക്കാത്ത പറയരുത്. എന്റെ സീനിയർ ഓഫീസറാണെന്ന് ഞാൻ നോക്കില്ല. ഒറ്റ നിമിഷം കൊണ്ട് കള്ള മുഴുവൻ പൊളിച്ചെടുക്കാൻ പരാക്രമം നിനക്ക്. നിങ്ങൾക്കൊരു രക്ഷയില്ല മിസ്റ്റർ കൃഷ്ണപ്രസാദ്. തൂക്കേറാൻ ലഭിക്കാനുള്ള വകുപ്പുണ്ട്. നിങ്ങൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിലേ നിങ്ങൾ കൊന്നുകള നിങ്ങളുടെ സഹോദരിയോ ജയശീലിനോ
നിങ്ങളുടെ മകളെ ഉയർത്തിയിട്ട് വരണം. അതിന് സാധ്യമില്ലാത്തതുകൊണ്ടേ നിങ്ങൾക്ക് തൂക്കുകയർ ഉറപ്പായി കഴിഞ്ഞു മിസ്റ്റർ. ഇവിടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. വീട്ടിൽ നിന്നാണെങ്കിലോ എന്റെ ദുർഗയ്ക്ക് വയ്യായി അധികമായിട്ടുണ്ടെങ്കിലോ അവിടെ ആകാശം ഇടിച്ച് വീണെന്ന് പറഞ്ഞാലും ഇവിടെ ഫോൺ ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഫോൺ എനിക്ക് തരണ്ട. അതാരാ സാർ നോക്കൂ. ഹലോ ഹലോ അച്ഛാ, ഞാൻ തുളസിയാ. മോള്. ഹലോ അച്ഛാ. എന്റെ മോള. ഹലോ തുളസി. ഹലോ അച്ഛാ, മോളെ. കേട്ടില്ലേ? ഹലോ സ്വിച്ച് ഓഫ് ആയി. എന്റെ മോളെ വിളിച്ച് തുളസി. ഞാൻ കൊന്നു കളഞ്ഞു സാറ് പറഞ്ഞ് എന്റെ മോളെ ഇപ്പൊ വിളിച്ചത്. സാറിന് ഇപ്പൊ മനസ്സിലായോ സാറിന് ലഭിച്ച ആ പരാതി സത്യമല്ല എന്നുള്ളത്? സാറേ, ഈ പറഞ്ഞിരിക്കുന്നതിൽ മുഴുവൻ കള്ളോ സാറേ. ഒരു തരി പോലും സത്യമില്ല അതില്. ഞാൻ നിരപരാധിയാണെന്ന് സാറിന് എപ്പോഴെങ്കിലും മനസ്സിലായില്ലേ? മനസ്സിലായി. നിങ്ങൾ ഞാൻ വിചാരിച്ചതിനേക്കാൾ മിടുക്കനാണെന്ന് എനിക്ക് മനസ്സിലായി. ഏതോ ഒരുത്തെ കൊണ്ട് കൃത്യസമയത്ത് വിളിപ്പിച്ചു കളഞ്ഞല്ലോ. ചത്തുപോയ തുളസിയാണത്രേ. ഈ തരികട കൊണ്ടൊന്നും നിങ്ങൾക്ക് എന്റെ മുന്നിൽ ജയിക്കാൻ കഴിയില്ല. സാർ, ഞാൻ പറയുന്നത് വിശ്വസിക്കൂ സാർ. തുളസിയുടെ പ്രേതമെന്ന് പറഞ്ഞ് വിളിപ്പിക്കാൻ ഞാൻ ആരും ഏർപ്പാടെടുത്തിട്ടൊന്നുമില്ല സാർ. സാർ, ഇപ്പൊ വിളിച്ച എന്റെ തുളസി മോള് തന്നെ സാർ. സാറൊരു കാര്യം ചെയ്യും സാർ, ഈ ഫോണിന് ചാർജ് ചെയ്തിട്ട് ആ വന്ന നമ്പറിലേക്ക് ഒന്ന് തിരിച്ചു വിളിച്ചു നോക്കൂ സാർ. അപ്പൊ സാറിന് വിശ്വാസമാവുമല്ലോ. കൊണ്ട് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കണോ? സാർ വേണ്ട സാർ, മജിസ്ട്രേറ്റിന് മുമ്പിൽ എന്നെ ഹാജരാക്കി എന്നെ റിമാൻഡ് ചെയ്യും സാർ. ഒരൊറ്റ ദിവസത്തെ സാവകാശം അത് സാർ എനിക്ക് താ സാർ. എന്റെ തുളസി മോളെ ഞാൻ സാറിന് മുമ്പിൽ കൊണ്ട് നിർത്തും. പറഞ്ഞ കേട്ടില്ലോ? വിളിച്ചോളോ? വരണം സാർ. പ്ലീസ് വാ സാർ. വരും സാർ. ഈ ഇൻട്രോഗേഷൻ എന്ന് പറഞ്ഞാലേ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസവും തോന്നലുകളൊക്കെ പ്രതിയിലെ അടിച്ചേൽപ്പിക്കലല്ല. പ്രതിയുടെ ഭാഗം കൂടി കേട്ട് അയാൾ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് വിശകലനം ചെയ്ത് മതിയായ തെളിവുകൾ ശേഖരിച്ച് പ്രതി കുറ്റക്കാരനാണോ നിരപരാധിയാണോ എന്ന തീരുമാനത്തിൽ എത്തിച്ചേരില്ല. അല്ലാതെ പ്രതി കുറ്റക്കാരനാണോന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ കോടതിയിൽ ഹാജരാക്കാൻ പാടുള്ളൂ. അറിയാവോ? അല്ലെങ്കിൽ അത് നീതി നിഷേധമാണ്, പ്രതിയോട് ചെയ്യുന്ന അനീതിയാ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? മേലുദ്യോഗസ്ഥരുടെ ഓർഡർ അനുസരിക്കലല്ലേ എന്നെ പോലുള്ള കീഴുദ്യോഗസ്ഥരുടെ ജോലി. സാറിന്റെ കീഴിലും ഞാൻ ജോലി ചെയ്തിട്ടുള്ളതല്ലേ. സാറിന്റെ ഉത്തരവുകളെല്ലാം അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ ഞാൻ. ഓർമ്മയില്ല സാറിന്? പക്ഷേ ഈ മേലുദ്യോഗസ്ഥന്റെ തീരുമാനത്തിൽ പിഴവുണ്ടോന്ന് തോന്നിയ സംശയം ഉന്നയിക്കാം ഏത് കീഴുദ്യോഗസ്ഥനും. സാർ ഇപ്പൊ എന്നെ കുറ്റക്കാരനാക്കുകയാണോ? അല്ലടോ, ഞാൻ എൻ്റെ ഒരു വിഷമം പറഞ്ഞു. ജയശീലിനെ കൊലപ്പെടുത്തിയത് ഞാനാണെന്ന് SP-യുടെ കണ്ടുപിടുത്തം. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ആരോപണം എനിക്കറിഞ്ഞോളൂ. ആ തെളിവ് എന്താണെന്ന് പറയാനുള്ള ബാധ്യതയില്ലേ അദ്ദേഹത്തിന്? പക്ഷെ പറയുന്നില്ല. SP-യുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടെന്ന് തനിക്ക് തോന്നുന്നുണ്ടോളൂ? അങ്ങനെ ചോദിച്ചാ ഞാൻ കണ്ടിട്ടില്ല സാർ. ജയശീലന്റെ മരണം SP സാർ അന്വേഷിക്കുന്നതോ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കാണില്ല. കാരണം അങ്ങനെ ഒരു അന്വേഷണം അദ്ദേഹം നടത്തിയിട്ടില്ല. എന്റെ അനിയത്തിയെ ഞാൻ അപായപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ നിഗമനം എന്തടിസ്ഥാനത്തിലാണ് അങ്ങനൊരു നിഗമനത്തിൽ എത്തിയെന്ന് ചോദിച്ചാ അതിന് ഉത്തരവില്ല. ഞാൻ എന്റെ മോളെ കൊലപ്പെടുത്തി, ഭാര്യയെ കൊലപ്പെടുത്താൻ നോക്കി, എല്ലാം അദ്ദേഹം അങ്ങ് സമർത്ഥിക്കുക. പക്ഷെ തെളിവുകൾ ചോദിച്ചാ ആഹാ അഹിമലത്ത.
ദൃക്സാക്ഷികളുണ്ടോന്ന് ചോദിച്ചാൽ അതിനുമില്ല ഉത്തരം. എന്നെ കൊടുക്കാൻ അയാള് കച്ചകെട്ടി ഇറങ്ങിയ പോലെയാ എനിക്ക് തോന്നുന്നു. തനിക്ക് അങ്ങനെ തോന്നുന്നില്ലടോ? തെളിവുകളും ദൃക്സാക്ഷികളെയും സാറിനും കൂടി കാണിക്കാമായിരുന്നു തന്നെയാ എൻ്റെ അഭിപ്രായം. സാറൊരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനല്ലേ? SP സാർ അനാവശ്യ തിടുക്കം കാണിക്കുന്നതായിട്ട് തന്നെയാ എനിക്കും തോന്നിയത്. എന്ന് വെച്ചാ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എനിക്ക് അവസരം തരണമായിരുന്നു എന്ന് തന്നെയാ തന്റെ അഭിപ്രായം അല്ലേ? തീർച്ചയായും സാർ. അങ്ങനെയാണെങ്കിലേ വന്ന് വണ്ടി നിർത്താൻ പറ. അയ്യോ സാർ, അത് SP സാറിനെ താൻ ധിക്കരിക്കണ്ട. വഴി വിട്ട ഒരു സഹായവും താൻ ചെയ്തും തരണ്ട. ചെറിയൊരു സഹായം മാത്രം മതി. എന്ത് സഹായമാണ് സാർ? പറയാം, വണ്ടി നിർത്താൻ പറ. അല്ല സാർ, അത് ഒരൽപ്പം മനുഷ്യത്വം കാണിക്കടൂ. ഒന്ന് നിർത്ത്. തുളസി എന്നെ വിളിച്ച നമ്പറിൽ തിരിച്ചു വിളിച്ച അവൾ എവിടെ ഉണ്ടെന്ന് അറിയാൻ കഴിയും. തുളസിയെ കണ്ടെത്തിയ അവളെ ഞാൻ പുഴയിൽ തള്ളിയിട്ട് കൊന്നുവെന്ന് SP പറഞ്ഞ തെറ്റാണെന്ന് തെളിയിക്കാൻ എനിക്ക് കഴിയും. ഇവിടെ അടുത്തേതും കടയിൽ നിന്ന് ഈ ഫോണൊന്ന് ചാർജ് ചെയ്ത് തന്നെ. സോറി സാർ. സാറ് നിരപരാധിയാണോ കുറ്റക്കാരനാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന പ്രതിയാണ് സാർ. പ്രതിക്ക് ഇങ്ങനൊരു സഹായം ചെയ്തു കൊടുക്കാൻ നിയമം അനുവദിക്കുന്നില്ല. പ്ലീസ്, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാ. SP സാറിന്റെ ആ കണ്ടെത്തൽ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞ അതിന്റെ ചുവട് പിടിച്ച് എന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഈ കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ എനിക്ക് കഴിയും. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ എന്നെ സബ് ജയിലിൽ റിമാൻഡ് ചെയ്ത എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് ലഭിച്ച പിടിവള്ളിയാടോ ഈ കോള്. ഈ ഫോൺ താൻ എനിക്കൊന്ന് ചാർജ് ചെയ്ത് തന്നേ പറ്റൂ. എനിക്കതിന് അനുവാദമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല സാർ. സാർ എന്നോട് ക്ഷമിക്കണം. വേണ്ട, വണ്ടി ഒരു 10 മിനിറ്റ് ഇവിടെ നിർത്തിയിട്ടാൽ മതി. ഞാനിവിടെ എവിടെയെങ്കിലും പോയി ചാർജ് ചെയ്തോളാം. സാർ, നോ, ഞാൻ സമ്മതിക്കില്ല. നിയമം അറിയാവുന്ന സാർ ഇങ്ങനെ ചെയ്യാമോ? നിയമം അറിയാവുന്നത് കൊണ്ട് തന്നെയാണോ ഞാൻ ചെയ്യുന്നത്. കോടതിക്ക് വേണ്ടത് തെളിവാ. അത് ഈ ഫോണിലുണ്ട്. സാർ, നോ സാർ. സാർ, സാർ ഇത് എങ്ങോട്ടാ പോകുന്നത്? ഫോൺ ചാർജ് ചെയ്തിട്ടോ. എന്താ അച്ഛൻ വല്ലത് പേടിച്ചു പോലുണ്ടല്ലോ. എന്താ ഉണ്ടായത്? നമുക്കൊരിക്കലും മനസമാധാനം തരില്ലെന്ന് ദൈവത്തിന്റെ തീരുമാനം. എന്താ ഉണ്ടായെന്ന് പറയാച്ചാ. എടാ, അച്ഛനിപ്പോ സസ്പെൻഷനില്ല. സസ്പെൻഷനിലോ? എന്റെ പേരിലുള്ള കുറ്റം എന്താന്ന് നിനക്കറിയാമോ? ജയനെ കൊലപ്പെടുത്തിയതിന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛൻ ഒന്ന് തെളിച്ചു പറ. വിശദീകരിക്കാനൊന്നും നേരമില്ല മോനെ. എന്നെ കോടതിയിലേക്ക് കൊണ്ടുപോയിരുന്നു. പോലീസിനെ വിട്ടിട്ട് ഞാൻ ഓടി വന്നതാ മോനെ. ദുർഗ വീട്ടിൽ തനിച്ചാണെന്ന് നിന്നെ അറിയിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ കാര്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല. നീ വേഗം വീട്ടിലേക്ക് തിരിച്ചു പോകണം. ദുർഗ, നീ വേണം ഇനി നോക്ക. എടാ മോനെ, തുളസി പുഴയെന്ന് പൊങ്ങി വരുന്നുണ്ടോ നോക്കി നീ ഇവിടെ ഇരിക്കേണ്ടതില്ല. നിന്റെ മുമ്പിലൂടെ ഓടിപ്പോയി പുഴയിൽ ചാടിയത് തുളസി അല്ല. അവൾ ആത്മഹത്യ ചെയ്തിട്ടില്ല. അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത്? എടാ, ഞാൻ പറഞ്ഞ സത്യമാ. തുളസി എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. എടാ, അവരെന്നെ പിടിവിടാൻ വരുന്ന പോലീസിനെ പിടിപ്പെട്ട എനിക്ക് തൂക്കേറ് ഉറപ്പാ. എടാ, ദുർഗയ്ക്ക് വേറെ ആരുമില്ല, അത് മറക്കല്ലേ. സർ, ഞാൻ അദ്ദേഹത്തിന്റെ മകന്. എന്താ സാർ ഉണ്ടായത്? കൃഷ്ണപ്രസാദ് സാർ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തതായി അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടെന്ന SP സാർ പറയുന്നു. അച്ഛൻ എന്തൊക്കെ സൂചിപ്പിച്ചു? എനിക്ക് ഒന്നും മനസ്സിലായില്ല.
ഈ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട ജയശീലൻ ഒരുപക്ഷെ സാറിന് അറിയായിരിക്കും. അച്ഛനും അദ്ദേഹം തമ്മിലുള്ള റിലേഷൻ. ആ മരണത്തില് SP അച്ഛനെ സംശയിക്കുന്നതായിട്ട് അച്ഛന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. വെറും സംശയമല്ല. ജയശീലിനെ കൊലപ്പെടുത്താൻ ആളെ ഏർപ്പാടാക്കിയത് കൃഷ്ണപ്രസാദ് സാറാണെന്ന SP സാറിന്റെ കണ്ടെത്തൽ. അവരെ അറിയുന്നവരാരും SP യുടെ കണ്ടെത്തൽ അംഗീകരിച്ച് തരില്ല സാറേ. ഒരു മനസ്സ് രണ്ട് ശരീരമായിട്ട് കഴിഞ്ഞവരവര്. തെളിവുകളുണ്ടെന്ന SP സാർ പറയുന്നത്. അതുമാത്രമല്ല, കൃഷ്ണപ്രസാദ് സാറിന്റെ പേരില് വേറെയും കുറ്റങ്ങളുണ്ട്. ആദിയുടെ ഭാര്യ തുളസിയെയും അദ്ദേഹം കൊലപ്പെടുത്തിയതാണെന്ന SP സാറിന്റെ കണ്ടെത്തൽ. വിഡിത്തം പറയാതിരിക്കും സാറേ. എന്റെ കൺമുമ്പിൽ വെച്ച തുളസി പുഴ ചാടി മരിച്ചത്. ആ സമയത്ത് അച്ഛൻ വീട്ടിലായിരുന്നു. ആദിയുടെ ഈ വാദം SP സാർ മാത്രമല്ല, കൃഷ്ണപ്രസാദ് സാറ് പോലും അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. സാറെന്താ അങ്ങനെ പറഞ്ഞു? തുളസി പുഴയിൽ ചാടി മരിച്ചിട്ടില്ലെന്ന കൃഷ്ണപ്രസാദ് സാർ പറയുന്നത്. SP സാറ് ചോദ്യം ചെയ്യുന്നതിനിടയിൽ കൃഷ്ണപ്രസാദ് സാറിന് ഒരു ഫോൺ കോൾ വന്നു. വിളിച്ചത് തുളസിയാണെന്നാ സാറ് പറയുന്നത്. തുളസി വിളിച്ചിരുന്നെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഫോൺ വിളിച്ചിട്ട് തുളസി അച്ഛനോട് എന്താ പറഞ്ഞ? ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതിനുമുമ്പ് സാറിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. ആ നമ്പറിൽ തിരിച്ചു വിളിച്ച് തുളസിയെ കണ്ടെത്താനായിരുന്നു സാറിന്റെ പ്ലാൻ. പക്ഷേ ഞാനത് അനുവദിച്ചില്ല. പ്രതിയെ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ വാഹനം വഴിയിൽ എവിടെയും നിർത്താൻ പാടില്ലെന്ന് എന്നോട് ദേഷ്യപ്പെട്ട് സാറ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോവുമായിരുന്നു. SP സാർ അന്വേഷിച്ച് കുറ്റം കണ്ടെത്തുന്നില്ലേ സാറ് പറഞ്ഞു? SP സാർ അന്വേഷണം നടത്താൻ എന്തായിരുന്നു കാരണം? ഒരു അനോണിമസ് കോൾ വന്നെന്നാ സാറ് പറയുന്നത്. ഒരു സ്ത്രീയുടെ. അവര് ഫോണിൽ പറഞ്ഞ ചില വിവരങ്ങൾ വെച്ച് അന്വേഷണം നടത്തിയെന്നാ സാറ് പറയുന്നത്. അല്ല, ആരാ ആ സ്ത്രീ? അതെനിക്കും അറിയില്ല. ജയശീലിന്റെയും തുളസിയുടെ മരണം മാത്രമല്ല, കൃഷ്ണപ്രസാദ് സാറിന്റെ ഭാര്യയുടെ അപകടത്തിന് പിന്നിലും ജയശീലിന്റെ ഭാര്യയുടെ തിരോധാനത്തിന് പിന്നിലും കൃഷ്ണപ്രസാദ് സാറാണെന്ന SP സാറിന്റെ കണ്ടെത്തൽ. എന്റെ പൊന്ന് സാർ, അതൊക്കെ തെറ്റാണ്. പ്രിയമ്മ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാ. ദുർഗാമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചത് എങ്ങനെ അച്ഛന്റെ കുറ്റാവൂ? ഇതൊന്നും എനിക്കറിയില്ല. SP സാറിന്റെ കണ്ടെത്തലുകളാ ഞാൻ പറയുന്നത്. കൃഷ്ണപ്രസാദ് സാറിന് വന്ന കോൾ തുളസിയുടേതാണെങ്കിൽ അവളെ കണ്ടെത്താൻ ആദ്യ കൂടി ഒന്ന് ശ്രമിച്ചു നോക്ക്. തുളസിയെ കണ്ടെത്താൻ കഴിഞ്ഞാൽ കൃഷ്ണപ്രസാദ് സാറിനെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും. ഞാൻ എങ്ങനെ അമ്മയെ കാര്യങ്ങൾ അറിയിക്കുക? പോലീസ് ഓഫീസറായ അച്ഛനിപ്പോ പോലീസിനെ കാണുമ്പോൾ ഓടിപ്പോണ്ട അവസ്ഥയിലാണെന്ന് ഞാൻ എങ്ങനെ അമ്മയോട് പറയാ? വേണ്ട, അറിയിക്കണ്ട. ഒന്ന് ഉറക്ക കരയാൻ പോലും കഴിയില്ലല്ലോ ആ പാവത്തിന്. മദ്യം എങ്ങനെ ഇവിടെ വന്നു? കഴിക്കുന്ന പതിവില്ലല്ലോ അച്ഛന്. മദ്യത്തിൽ അഭയം തേടിയ മനസ്സമാധാനം കിട്ടുമെന്ന് തോന്നിയിട്ടുണ്ടാവും. കഷ്ടകാലം ജാതിയായിട്ട് വരുമ്പോ പിടിച്ചു നിൽക്കാൻ എന്തേലും വേണ്ടേ? പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരു ധൈര്യം ഉണ്ടായിരുന്നു. എല്ലാം നേരിടാൻ ധൈര്യവും കഴിവും മനക്കരുത്തുള്ള അച്ഛനുണ്ടെന്ന്. ആ അച്ഛനാ പോലീസിനെ പേടിച്ച് എങ്ങോട്ടൊന്നുമില്ലാതെ ഓടിപ്പോയത്. ഇനിയെല്ലാം ഞാൻ നോക്കണം. വയ്യാത്ത അമ്മയ്ക്ക് ഒരു കുറവും വരാതെ നോക്കണം. അച്ഛനെ രക്ഷിക്കാനുള്ള വഴി അന്വേഷിക്കണം. അച്ഛനെ ഫോണിൽ വിളിച്ചത് തുളസി തന്നെയാണെങ്കിൽ അവളെ കണ്ടെത്തി SP മുന്നിൽ നിർത്തി കൊടുക്കണം. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. എന്നെക്കൊണ്ട് അതിന് കഴിയോ? ഈ കുടുംബത്തിലെ തീരാത്ത പ്രശ്നങ്ങൾ മുഴുവൻ എനിക്ക് ഒറ്റയ്ക്ക് തലയിലെടുത്ത് വെക്കാൻ കഴിയുമേ? കഴിയണം. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ നാശത്തിന്റെ വക്കി നിൽക്കുന്ന ഈ കുടുംബം സർവനാശത്തിന്റെ പടുകുഴിയിലേക്ക് വീഴും. വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത്
എനിക്ക് പരിചയമില്ലെന്ന് അമ്മയ്ക്കറിയാലോ. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛനൊരു കോള് വന്നു അത്രേ. തുളസിയുടെ ആണെന്നാ അച്ഛൻ പറയുന്ന. തുളസി തന്നെ ആയിരിക്കും. തുളസിയുടെ ശബ്ദം കേട്ട അച്ഛൻ അറിയില്ലേ? പക്ഷേ അവളുടെ നമ്പറിൽ നിന്നല്ല വിളിച്ചത്, വേറെ ഏതൊരു നമ്പറിൽ നിന്നാ. തുളസി പോയി എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോ അവളുടെ ഒരു കോള്. ദൈവത്തിന് ഇപ്പോഴും നമ്മളോട് ചെറിയ സഹതാപമുണ്ടെന്നല്ലേ അതിനർത്ഥം. കഷ്ടകാലം നീങ്ങി എല്ലാം ശരിയാവുമായിരിക്കും അല്ലമ്മേ? തുളസിയുടെ നമ്പറിലാണ് ഞാൻ വിളിച്ചേ. ഫോൺ സ്വിച്ച് ഓഫാ. അവൾ അച്ഛനെ വിളിച്ച നമ്പർ എനിക്കറിയില്ലല്ലോ. എവിടെന്നെങ്കിലും ഫോൺ ചാർജ് ചെയ്ത് ആ നമ്പറിലേക്ക് അച്ഛൻ തിരിച്ചു വിളിച്ചിട്ടുണ്ടാവും. ഞാനേ അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അച്ഛൻ്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫാ. പാവം, ചാർജ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. തുളസിക്കാണെങ്കിൽ നല്ല കെയർ വേണ്ട സമയം. അത് ഓർക്കുമ്പോഴമ്മ എനിക്ക് ടെൻഷൻ. അവൾ എവിടെയാണെന്ന് അറിയില്ല, ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെന്ന് അറിയില്ല. അച്ഛനെ വിളിച്ചിട്ട് കിട്ടാതെ വന്നാ എന്നെ വിളിക്കല്ലേ ചെയ്യണ്ടേ? അതും അവൾ ചെയ്തിട്ടില്ല. മറ്റുള്ളവർ തീ തിന്നുന്നൊന്നും ആർക്കും അറിയണ്ടല്ലോ. അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും അവനവന്റെ സുഖം, അവനവന്റെ സമാധാനം. ടെൻഷൻ അടിച്ച് എന്റെ തല പൊട്ടിപ്പോകുന്ന എന്റെ പേടി.